ജീവിതം ജനിമൃതികൾക്കിടയിൽ ഒരു ഗീതകം. അശ്വതിക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ കേട്ടു. ഇനി മുരുകന്റെ അഭിപ്രായങ്ങൾ നമുക്ക് കാണാം. തന്റെ ഇഷ്ടങ്ങളെന്നും വേലിക്കപ്പുറത്തു നിന്ന് കാണുന്ന ഭാര്യ, സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും വഴികൾ അന്യമാക്കി തന്നെ വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നവൾ, കുട്ടിക്കാലം മുതൽ അനുഭവിക്കുന്ന ഒറ്റപ്പെടലിന്റെ തീരാവേദനയിൽ ഉള്ളൊരുകുന്ന മനസ്സിനുടമ, ഭാര്യ എന്ന വാക്കിന്റെ അർത്ഥം തനിക്ക് അന്യമാണെന്നൊടുവിൽ മനസ്സിലാക്കുന്നയാൾ, 2 കുട്ടികളുടെ ജീവിതത്തിന് താൻ തണലാകണമെന്ന ബോധം അയാളിൽ ഉളവാകുന്നുവെങ്കിലും തന്റെ തീരുമാനങ്ങൾ അയാൾ അതിനായി മാറ്റുന്നുണ്ടോ? നൂൽപ്പാലത്തിലെ ജീവിതത്തിന്റെ കർമ്മവും ക്രിയയും തന്നിൽ തന്നെയാണെന്നൊടുവിൽ തിരിച്ചറിയുമ്പോൾ മുരുകൻ എന്തൊക്കെയോ ബാക്കിയാക്കുന്നു പറയാൻ, സാക്ഷ്യപ്പെടുത്താൻ. നമുക്കൊരുങ്ങാം ആ കഥയൊന്ന് കേൾക്കാൻ. അറിയാമോ? അറിയും. ആരൊക്കെയാണിത്? എൻ്റെ ഭാര്യ. മറ്റേതോ? മറ്റേത് ഭാര്യയുടെ അമ്മ. ഭാര്യയായിരുന്നു നിങ്ങളുടെ അമ്മായിയമ്മ. അമ്മായിയമ്മ. എന്തിനാ പിണങ്ങിയത്? പിണങ്ങിയതെന്ന് പറഞ്ഞ കാരണം കല്യാണം കഴിഞ്ഞ് 2 ആഴ്ച തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നം തുടങ്ങിയതാ. എന്ത് പ്രശ്നം? കല്യാണത്തിന് മുമ്പ് എനിക്കൊരു പെൺകുട്ടിയായിട്ട് അടുപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടീനെ കല്യാണം ആലോചിച്ചിട്ടായിരുന്നപ്പോഴാണ് എൻ്റെ കാരണന്മാരെ കൂടി ഇത് ആലോചിച്ചത്. അപ്പൊ ഇത് കല്യാണം എന്താ പോവാൻ കാരണം? ആ പെണ്ണിനെ 2 വർഷം കഴിഞ്ഞിട്ടെന്ന് അവർ പറഞ്ഞു. കണ്ടന്ന് ഞാൻ കാക്കനാടായിരുന്നു സംഭവം. അവിടെ വെച്ചിട്ടാണ് ഈ പെൺകുട്ടി. അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേറെ കല്യാണം ആലോചിക്കാമെന്ന് പറഞ്ഞ് പോയി ഇയാളെ കണ്ടു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ വേറെ പെണ്ണ് കാണാൻ പോയി കഴിഞ്ഞപ്പോ അയാൾ എൻ്റെ കൂടെ വരും, ഇറങ്ങി വരുമെന്ന് വിചാരിച്ചു. പക്ഷെ അത് വന്നില്ല. ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നടന്നു പോയി. അത് ശരി. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും അത് കിട്ടിയില്ല, കല്യാണം കഴിഞ്ഞല്ലോ, ഇനിയിപ്പോൾ ഇതിനെ സഹരിച്ച് ജീവിക്കുക എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെ ഇരുന്നപ്പോഴാണ് 2 ആഴ്ച കഴിയുമ്പോൾ ഒരു എഴുത്ത് കിട്ടിയെന്ന് പറയുകയാണ് എന്നോട്. ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ അത് കവറിലാണ് വന്നിരുന്നു. ഇപ്പോൾ കവറിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു കവർ എന്തേ എന്ന് ചോദിച്ചപ്പോൾ കവർ ഞാൻ കത്തിച്ച് കളഞ്ഞു, ലെറ്റർ ഉണ്ടെന്ന് പറയാണ്. അപ്പോൾ കവർ എന്തിനാ കത്തിച്ചാൽ കവർ ഉണ്ടെങ്കിലല്ലേ എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റുള്ളൂ. കവർ കത്തിച്ച് കളഞ്ഞേ? കവർ കത്തിച്ച് കളഞ്ഞില്ല, ഒരു ചെറിയ കവറിന്റെ അകത്തായിരുന്നു വന്നിരുന്നത്. എന്നാലും എഴുത്തും കൂടിയല്ലേ കത്തിക്കേണ്ടത്. ആ കവറുണ്ട്, ആ കവറിലിട്ടാണ് ഞാൻ കാണിച്ചത്. അതില് KNAD എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇതുണ്ടായിരുന്നു. എന്നെ എഴുത്ത് മാത്രമേ കാണിച്ചുള്ളൂ. അപ്പൊ ഞങ്ങൾ പോസ്റ്റിൽ വന്നതാണ്. പോസ്റ്റിൽ വന്നാന്ന് പറഞ്ഞു. അഡ്രസ് ഇല്ലാതെ ഒരു വരുമോ? അങ്ങനെ പോസ്റ്റിൽ വന്നതാണോന്ന് എനിക്കറിയില്ല മാഡം. അലമാരിക്കകത്തായിരുന്നു ഇരുന്നിരുന്നത്. ഞാനിങ്ങനെ അലമാരിക്കകത്ത് തുറന്നു കഴിഞ്ഞപ്പോ ഇങ്ങനെ കാണിച്ച് ഞാൻ പുള്ളി വന്നപ്പോ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതിലെഴുതി ഇത്രേ ഉള്ളൂ. അന്നും വെച്ചാൽ നീ എന്നെ പറ്റിച്ചു, നീ ധൈര്യം ഉണ്ടെങ്കിൽ നീ ചേട്ടന്റെ വീട്ടിലേക്ക് വാ. ഞങ്ങൾ 2 ആളും കൂടി കാക്കനാട് ചെന്നു. അന്ന് എൻ്റെ ചേട്ടൻ അവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ പെൺകുട്ടീനെ വിളിച്ചിട്ട് ചോദിച്ചു നീയാണോ ഇത് എഴുതിയത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനല്ല എഴുതിയത്, എനിക്ക് അത് എഴുതേണ്ട കാര്യമില്ല, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് എനിക്ക് കൂടെ വന്നാൽ മതിയായിരുന്നു. അങ്ങനെ പറഞ്ഞത് തീർന്നു. അതിനുശേഷം അവരുകൊണ്ട് കേസ് കൊടുത്തു, അവരുടെ കല്യാണം മുടക്കാൻ ചെന്നു എന്നും പറഞ്ഞിട്ട്. ഞാനും എൻ്റെ ചേട്ടനും ചേച്ചി ഞങ്ങൾ 2 കൂടി കാക്കനാട് സ്റ്റേഷനിൽ ചെന്നിരുന്നു. അതന്ന് അവിടെ പറഞ്ഞു തീർത്ത് പോന്നു. പിന്നെ അങ്ങനെ ഓരോ പ്രശ്നം പറഞ്ഞ് എപ്പോഴും പ്രശ്നങ്ങളാണ്. അപ്പോൾ ഭാര്യയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. കല്യാണത്തിന് മുമ്പ് എല്ലാം ഉണ്ടായിരുന്നു. അത് പറഞ്ഞു നമ്മളത് ഒളിച്ചു വെക്കേണ്ട മറച്ചു വെക്കേണ്ട കാര്യമില്ല, അത് പറഞ്ഞു. അതിനുശേഷം മൂത്ത കുട്ടി ഉണ്ടായതിനു ശേഷം അപ്പോഴൊന്നും നിങ്ങൾ തമ്മിൽ വഴക്കൊന്നും ഒരു വഴക്കില്ല. ഞങ്ങൾ മൂത്ത കുട്ടി ഉണ്ടായി പ്രസവത്തിന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോയി ഞാൻ ചെന്നു, പ്രസവത്തിന് ചെന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ ഈ പ്രസവത്തിന് കാശ് കൊടുക്കുക, അവരെ സഹായിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട്. അത് എനിക്കറിയില്ല. അന്ന് വെച്ചാൽ എനിക്ക് ആ 24-23 വയസ്സ് പ്രായമുള്ളൂ. എനിക്ക് വീട്ടുകാർ പറഞ്ഞാലോ ഇവർ പറഞ്ഞാലോ ഒന്നും ചെയ്തിട്ടില്ല എന്നോട്. ഇത് കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിൽ പോകുന്ന സമയത്ത് ബില്ല് തന്നു, ഞാൻ അടച്ചു. അപ്പോൾ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ വേറെ അത്യാവശ്യത്തിന് വെച്ചാൽ പൈസ ആയിരുന്നു. അപ്പോൾ ഇവരുടെ കയ്യിൽ നിന്ന് മാല എടുത്ത് പണയം വെച്ചിട്ട് അത് കൊടുക്കാമെന്നും പറഞ്ഞ് ഇതിപ്പോൾ അവരുടെ അമ്മ പറഞ്ഞു ഞാൻ വയ്ക്കാൻ പണയം, അവരുടെ വീടിൻ്റെ അടുത്ത് പണയം വെച്ചിട്ട് തരാമെന്നും പറഞ്ഞ് എനിക്കും കാശ് തന്നു, അവർക്കും എന്തോ അത്യാവശ്യത്തിന് കാശ് എടുത്തു. ഹോസ്പിറ്റലിൽ വന്ന് 2000 രൂപ അടച്ചു, അതിന് വേണ്ടി അത് തിരിച്ചു വേണം എന്ന് പറഞ്ഞു. അതിന് ഞാൻ വഴക്കുണ്ടാക്കില്ല. അത് ആ പൈസയാണ് ഞാൻ പണയം വെച്ചിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ പണയം വെച്ചിട്ട് എനിക്ക് 2000 രൂപ തന്നിട്ടു. അതെ, അങ്ങനെയായിരുന്നു. അല്ല മാഡം, ആശുപത്രിയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇത്രയും കാശ് ആശുപത്രി ചെലവായി എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ ആശുപത്രി വെച്ച് തന്നെ എൻ്റെ കയ്യിൽ ഒരു വള ഒടിഞ്ഞു. ആ വള കൊണ്ടുപോയി പണയം വെച്ചിട്ട് എൻ്റെ അമ്മയെ പൈസ കൊടുത്തു വിടുക ചെയ്തത്. 2000 രൂപ കൊടുത്തയച്ചു. ആ ഒടിഞ്ഞ വള എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ടായി. ആ വളയും വേറെ കാശും കൂടി കുട്ടീനെ കൊച്ചിനെ അറിഞ്ഞാണ് വാങ്ങിച്ചു കൊടുത്തുവിട്ടത്. അല്ലാണ്ട് ഇവരെ കാഴ്ച കിടന്ന ഒരു നെക്ലേസ് ആണ് പണയം വെച്ചിട്ട് എനിക്ക് കാശ് തന്ന് അവർ അത്യാവശ്യം കാശ് എടുത്തത്. ആ വളയും ഇതൊക്കെ വെച്ചിട്ടല്ലേ കൊച്ചിനെ അരഞ്ഞാണ് ഉണ്ടാക്കിയത്.
അതറിയില്ല ഇതുവരെ. അല്ല, വേറെ വളയുണ്ടായിരുന്നു, വേറെ വള അവിടെ പണയം വീണു. ആ വള ഇവരുടെ എടുത്തിട്ടാണ് അമ്മാവന്റെ മോക്ക് ഫീസ് അടയ്ക്കാന്ന് പറഞ്ഞ് കൊടുത്തേക്കായിരുന്നു. അതാണ് പ്രശ്നം ഉണ്ടായത്. ആ ഞാൻ എന്നോട് ചോദിക്കാണ്ട് ഇവര് വളയെടുത്ത് പണയം വെച്ചിട്ട് അമ്മാവന്റെ മോക്ക് ഫീസ് അടയ്ക്കാൻ കൊടുത്തു. ഓഹോ, ഒരു വാക്ക് തന്നെ ഭർത്താവ് എന്നുള്ള നിലയ്ക്ക് എന്നെ വിളിച്ച് ചോദിക്കാലോ. അങ്ങനെയായിരുന്നോ? സത്യം പറ. അമ്മാവന്റെ മോക്ക് ഒരു വള അമ്മാവൻ വന്ന് ആ പൈസ സാധനം എടുത്തു തരുകയും ചെയ്തിരുന്നു. അത് കൊടുത്തോ? അമ്മാവന് കൊടുത്തോ? കൊടുത്തു. മുരുകനോട് ചോദിച്ചോ? കൊടുക്കുന്നു ചോദിച്ചില്ല. അതെന്താ ചോദിക്കാത്തത്? ഞാനാണ് നാടൻ കൊടുത്തത്, അവളല്ല കൊടുത്തത്, ഞാനാണ് കൊടുത്തത്. ആണോ? അതെ. അത് ഭർത്താവിനോട് ചോദിക്കണം, മരുമകനോട് ചോദിക്കണം. ചോദിക്കണമായിരുന്നു, ഞാൻ ചോദിച്ചില്ല. ശരി, അവര് തെറ്റു പറയുന്നു, ചോദിക്കാതെ കൊടുത്തു. ശരി, അതിന് ഞാൻ അത് പോട്ടെ. അത് അന്ന് അത് ബഹളം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ഇത് ചോദിച്ച് ബഹളം വന്നത് 28-ന് ഞങ്ങൾ 28 കെട്ടാൻ ചെല്ലുമ്പോഴാണ്. അങ്ങനെ ഞങ്ങൾ കൊച്ചിനെ കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞാൽ അന്ന് ഭയങ്കര ബഹളമായിരുന്നു അവിടെ. അന്ന് എൻ്റെ അതെന്തിനാ ബഹളം? ബഹളം എന്ന് വെച്ചാൽ ഞങ്ങള് അന്ന് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവരൊന്ന് കൊണ്ടുവന്നാക്കില്ല, 56 കൊണ്ടുവന്നാക്കില്ല എന്ന് പറഞ്ഞു. അതെന്താ? അപ്പൊ ഇവര് എന്താ വെച്ചാൽ അവിടുത്തെ ചടങ്ങ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ചില നാട്ടില് നമ്മൾ ചെന്ന് കൊണ്ടുവരും, ചില നാട്ടിൽ അവർ കൊണ്ടുവന്നാക്കും. ഈ ചടങ്ങുകളൊക്കെയാണോ വലിയ കാര്യം? അപ്പൊ ഇവര് പറയണെന്ന് വെച്ചാൽ ഇവർക്ക് ആശുപത്രിയിൽ ചിലവിന് പൈസ കൊടുത്തില്ല. ഇവർക്ക് കൊച്ചിനെ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അത് കൊടുക്കും, ഇത് കൊടുക്കും, അതൊന്നും കൊടുത്തില്ല. സ്വന്തം മകളുടെ കൊച്ചിനെ കുളിപ്പിച്ചതിനാണ് ഇത് ചോദിക്കണേ. അവരും ഇവരും തമ്മിൽ ഞങ്ങളെല്ലാം തമ്മിൽ ഭയങ്കര ബഹളമായിരുന്നു അവിടെ. അപ്പൊ അന്ന് അവർ എന്നോട് പറഞ്ഞു, നീ ഇങ്ങോട്ട് പോരെ, കൊച്ചിൻ തല അവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ മനസ്സൊന്നുമില്ല. ഞാനവിടെ നിന്നു അന്ന് രാത്രി. അവരെയൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ നിന്നു. പിറ്റേ ദിവസം ഞാൻ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഇവർക്ക് കൊച്ചിന് സുഖമില്ലാന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ചെന്നു. പിറ്റേ ദിവസം പോന്നു. 56-ൻ്റെ അന്ന് ഇവർ കൊണ്ടുവന്നാക്കി കൊച്ചിനെ. അപ്പോൾ അതിനു മുമ്പ് ഇവർ ആങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, അവരുടെ ആങ്ങളയുടെ ആ വള ഇട്ടിട്ടേ വരാൻ പാടില്ലെന്ന് പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇട്ടിട്ടേ വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞില്ല. അത് എന്നോട് ചോദിക്കാണ്ട് കൊടുത്തതിനെ മേടിക്കാൻ വേണ്ടിയില്ലെന്ന്. ഞാൻ ഈ അരഞ്ഞാനം ഉണ്ടാക്കാനായിട്ട് എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായില്ലാന്ന്. അന്ന് എനിക്ക് പണിയെടുത്ത് ആകെ 200 രൂപ അല്ലെങ്കിൽ 175 രൂപ കിട്ടുന്ന സമയമാണ്. അന്നത്തെ ഞാൻ ഈ ഒരു പവൻ്റെ അല്ലെങ്കിൽ 1.5 പവൻ അരഞ്ഞാണം മേടിക്കാന്ന് വെച്ചാൽ ഞാൻ എത്ര ദിവസം പണിയെടുത്താല? ഈ ആശുപത്രിയിലും ഈ 28 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കണ്ടേ? ആദ്യത്തെ കൊച്ചിന് ഒരു അരഞ്ഞാണം മേടിച്ചു. വള എടുത്തിട്ടേ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല. അത് കൊടുത്തെന്തിനാന്ന് ചോദിച്ചു വെള്ളം ഉണ്ടാക്കി. എന്നോട് ചോദിക്കാണ്ട് കൊടുത്തെന്തിനാന്ന് ചോദിച്ചു വെള്ളം ഉണ്ടാക്കി. അതിനുശേഷം ഇവിടെ വന്നു. അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ പോയി എൻ്റെ ഇതൊക്കെ ആയിട്ട് ബഹളമായി. ഞാൻ ഇവിടുന്ന് വാടകയ്ക്ക് പോയി. എൻ്റെ വീട്ടിൽ നിന്ന് 4 മാസത്തേക്ക് വാടക. വീട്ടില് അമ്മ അച്ഛൻ എന്ന് പറഞ്ഞാൽ അവര്, അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സ്ഥലം, അമ്മയുടെ പേർക്കാണ് സ്ഥലം കിടക്കുന്നത്. അപ്പൊ ആ ഒരു ഇതിൽ എൻ്റെ വീട്, എൻ്റെ സ്ഥലം, ആ ഒരു ഇതാണ്. അപ്പൊ കല്യാണം കഴിഞ്ഞ എൻ്റെ കടം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് സ്വർണ്ണം പണയം വെച്ചും അതും ഇതൊക്കെ ആയിട്ട് ഞാൻ കടങ്ങളൊക്കെ വീട്ടിൽ കുറെ ചിട്ടി പിടിച്ചും ഇതൊക്കെ ആയിട്ട് കടങ്ങളൊക്കെ നീട്ടി. അപ്പൊ എൻ്റെ കല്യാണത്തിന്റെ ചെലവിന്റെ കടം. അപ്പൊ അങ്ങനെ ഇരുന്നപ്പോ ഇവര് ഒരു ദിവസം പറഞ്ഞു, നീ എന്താന്ന് ചെയ്തോ, ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് കൊടുത്തിട്ടാണെങ്കിൽ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ രണ്ടും കൊച്ചും കൂടി വാടകയ്ക്ക് പോകാനായിട്ട് ഇറങ്ങി. ആദ്യം ഇവരുടെ വീട്ടിലേക്ക് പോയത്. 2 ആഴ്ച അവിടെ താമസിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് എനിക്ക് പണി ഉണ്ടാവില്ല, എന്നെ അവിടെ ആരും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാക്കനാട് നിന്ന് പണിയെടുത്തോണ്ടിരുന്നു. അപ്പം ഞാൻ കാക്കനാടിന് പോവാം, എന്നിട്ടൊരു വീടൊക്കെ ശരിയാക്കിയിട്ട് നിങ്ങളെ കൊണ്ടുപോകാം എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഞാൻ പോയപ്പോൾ ഇവരെന്ത് ചെയ്ത് എന്നെ വിടില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ ചിലപ്പോൾ വന്നില്ലെങ്കിലോ. അപ്പം ഞാൻ എറണാകുളത്തേക്ക് പണി അന്വേഷിച്ച് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വിചാരിച്ചു ഞാൻ പോയാൽ ഇനി വന്നില്ലെങ്കിലോ. അതുകൊണ്ട് എന്നെ ഇവരെയും കൂട്ടി ഇവരുടെ ആങ്ങളുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടി ഈ ആങ്ങളുടെ ഭാര്യയുടെ വീട്ടിൽ പോയി താമസിച്ചു 2-3 ആഴ്ച. അവിടെ നിന്ന് വേറൊരു വാടക വീട് എടുത്ത് ഞങ്ങൾ രണ്ടും ഇവരുടെ ആങ്ങളെയും നാത്തൂനും കൂടി അങ്ങോട്ട് മാറി താമസം. 4 മാസം അവിടെ താമസിച്ചു. അതിനുശേഷം ആ 4 മാസം ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അവരൊക്കെ വന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് എന്നെ വിളിച്ചോണ്ട് പോകും. അവർ വന്ന് വിളിച്ചതാണ് തിരിച്ചു വന്നത്. വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചോണ്ട് പോകും. അമ്മയിട്ട് എന്തിനാ അടിച്ചത്? അടിച്ചു, അത് ശരിയാണ്, അടിച്ചു. അത് എന്തിനാന്ന് എന്റെ അമ്മേനെ ഞാൻ തല്ലിയില്ല. കസേരമ ഇരുന്ന ആളെ ഉന്തി അങ്ങോട്ട് മാറ്റി ഒരു 5-6 തല്ലി. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പൊ മാഡം അല്ല ആര് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കില്ല. എന്തെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ കാണുന്നത് എൻ്റെ അച്ഛനും അമ്മയും വൈകിട്ട് പണി കഴിഞ്ഞ് വന്ന കള്ളു പിടിച്ചിട്ട് വന്ന് ബഹളം വയ്ക്കണ അച്ഛനും അമ്മേനെ കണ്ടിട്ടുള്ളൂ. അയ്യോ, അന്നേരത്ത് ഞാനും എൻ്റെ അമ്മയും മാത്രമാണ് പുറത്തു പോകുന്ന ആൾക്കാർ. അച്ഛൻ ബഹളം വെച്ചിട്ട് ചോറും കലും ഇതൊക്കെ എടുത്തെറിഞ്ഞ് ഞങ്ങൾ പുറത്ത് പോയി റോഡരിയിലും ഒക്കെ കിടന്നിട്ടാണ് ഞാൻ അപ്പം
അപ്പം അങ്ങനെ എന്നെ കൊണ്ടുവരുന്നതാണ് അമ്മ. ആ അമ്മയെ തല്ലു. അമ്മേനെ ഇവരല്ല, ഇപ്പം അമ്മ പറഞ്ഞാലും ഇവര് പറഞ്ഞല്ലോ തല്ലി എന്ന് പറഞ്ഞില്ലേ? തല്ലിയതാണ് മാഡം. ഒന്ന് വഴക്കുണ്ടാക്കി അങ്ങനെ വിളിച്ച് തല്ലുകയും ചെയ്തു. അമ്മയ്ക്കിട്ട് തല്ലുകയും ചെയ്തു. അമ്മ കിടന്ന് ഇവനെ തല്ലി കൊല്ലുന്ന കാറി അപ്പുറം നിന്നൊക്കെ ആൾക്കാർ ഓടി വന്നതുമാണ്. ശരി, അത് പോട്ടെ. ഇപ്പം ഈ മിനി എന്നുള്ളൊരു സ്ത്രീ ആരാണ്? അവരാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ? മിനി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുമിച്ച് പണിതുകൊണ്ടിരുന്നിരുന്ന ആൾക്കാരാണ്. ഒരുമിച്ച് ഞങ്ങൾക്ക് സഹായിക്കാൻ വന്ന ആളാണ്. അപ്പം ഞങ്ങൾ പണിയുന്ന സ്ഥലവും ഇവരുടെ വീടും തമ്മിൽ ഒരു 3-4 കിലോമീറ്റർ ഗ്യാപ്പുണ്ട്. അപ്പം ഞങ്ങൾ പോകുന്നത് ഇവരുടെ വീടിൻ്റെ അടുത്തേക്ക് കൂടെ പോകുന്നത്. ഞങ്ങൾ അവിടെ പണിയണ മേസ്ത്രിമാർക്ക് എല്ലാവർക്കും അവർ കല്യാണം കഴിച്ചതാണോ? അവരും കല്യാണം കഴിച്ച് 2 കുട്ടികളുണ്ട്. അതിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ്റെ ഭർത്താവിന് കൃഷിപ്പണി ഇതൊക്കെ ആയിട്ട് വരുമാനമൊക്കെ ഉള്ള ഒരാളാണ്. വരുമാനമുണ്ട്. ആള് വെള്ളമാണെന്നാണ് പറയുന്നത്. വെള്ളമാണെന്ന് പറയുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ അറിയാൻ ചെയ്യും. ഞങ്ങൾ എൻ്റെ വീടും അവരുടെ വീടും തമ്മിലൊരു 4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ. അല്ല, അയാള് ഇപ്പോഴും ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണോ താമസിക്കുന്നത്? അല്ല. അയാൾ എവിടെയാപ്പോ? അയാള് ജയിലില്ല. എന്തിനാ ജയിലിൽ പോയത്? അതെന്തിനാ ജയിലിൽ പോയെന്ന് എനിക്കറിയില്ല. എന്താ പറയുന്നേ? ഒന്ന് മുരുകൻ, ഒന്ന് ഞങ്ങളെല്ലാം മുരുകൻ എന്തെല്ലാം അറിയാം, ഇവർക്ക് എന്തെല്ലാം അറിയാം, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അയാൾക്ക് എതിരായിട്ട് ആരാണ് കേസ് കൊടുത്തത്, എന്ത് കാരണത്തിന് വേണ്ടി കേസ് കൊടുത്തത് അതൊക്കെ അറിയാം. അയാളിപ്പോൾ ജയിലിലാണ്. എന്തായിരുന്നു പ്രശ്നം? അത് അവരുടെ വീട്ടിലെ പ്രശ്നത്തിൽ അവർ പോയിസൺ അടിച്ച്, മിനി എന്ന് പറഞ്ഞ സ്ത്രീ പോയിസൺ അടിച്ച ആശുപത്രിയിലായിരുന്നു. എന്തിനാ അവള് പോയിസൺ അടിച്ചത്? ആ കാര്യം എനിക്കറിയില്ല. മുരുകൻ കള്ളം പറയരുത്. ഇവിടെ വന്നിരുന്നോട് കള്ളം പറയരുത്. ആ സ്ത്രീ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് അവരുടെ പങ്ക് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ? അതിന് ശേഷം കുറെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയതും. അത് കഴിഞ്ഞതിന് ശേഷം. അപ്പൊ അതിനു മുമ്പ് എന്താ നടക്കണേന്ന്, അവരുടെ വീട്ടിൽ എന്താ നടക്കണേന്ന് എനിക്ക് പോയി അന്വേഷിക്കാൻ പറ്റില്ല. ഈ പോയിസൺ ആ സ്ത്രീയുടെ കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നത്. ഞാൻ പോയിസൺ അവര് വിഷം കഴിച്ചത് എന്തിനാ? ആ വിഷം കഴിക്കണ ദിവസം ഉണ്ടല്ലോ, ഞാനും ഈ എൻ്റെ ഭാര്യയും കൂടി എൻ്റെ ഇളയ കൊച്ചിൻ്റെ കാല് പൊള്ളിട്ട് ആശുപത്രിയിലായിരുന്നു. അവരെ ഞാൻ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിലാക്കി കാക്കനാടൻ എൻ്റെ അമ്മാവൻ്റെ മക്കളുടെ വിരുന്നിന് പോകാനായിട്ട് റെഡി ആകുമ്പോഴാണ് എൻ്റെ കൂടെ പറഞ്ഞിരുന്ന ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് അവളിങ്ങനെ പോയിസൺ കഴിച്ച് ആശുപത്രിയിലാന്ന് പറയുന്നത്. ആശുപത്രിയിൽ നിന്ന് അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇവിടെ വന്നിട്ട് അവരുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് അവർ അവിടെ ചെന്ന് എന്തോ ഗാർഹിക പീഡനത്തിനോ എന്തിനോ കേസ് കൊടുത്തു. അവരുടെ വീട്ടിൽ നിന്ന് അവരുടെ ആങ്ങളമാരും അപ്പച്ചനെ കൂടി ഒരുപാട് അടിച്ചു. അപ്പോൾ അത് അറിയില്ല. അപ്പൊ ഒരുപാട് അടിച്ചു, അതിനാണ് വിഷം കഴിച്ചതെന്ന് പറഞ്ഞു. അല്ലാണ്ട് എത്ര അടി അടിച്ചു, അത് അടിച്ചോ ഒന്ന് അറിയില്ല. അവരുടെ വീട്ടുകാരാണ് കേസ് കൊടുത്തത്. ആ പെണ്ണിന്റെ വീട്ടുകാര്. ഇവരിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് കുറവുണ്ടായത്? ഇവരെന്താ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾക്ക്? ആ പ്രശ്നമാണ് പറഞ്ഞു തരുന്നത്. പറയും. അതാണ്. അപ്പൊ അവര് പോയല്ലോ, അവരുടെ വീട്ടില്, ഞാൻ എൻ്റെ വീട്ടില്. അപ്പോൾ ആ സമയത്ത് ഞാൻ എൻ്റെ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയമാണ്. വീട് പണിയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു വീട് പണിതിട്ട് പകുതിയാക്കി നിർത്തിയേക്കായിരുന്നു. അപ്പം എൻ്റെ ലോൺ എടുക്കാനോ കടം വാങ്ങിക്കാനോ എനിക്ക് പറ്റില്ല. എനിക്ക് ലോൺ എടുത്താലും കടം വാങ്ങിച്ചാലും അത് കൊടുക്കാൻ എനിക്ക് ആ എത്ര വരുമാനമുള്ളൂ. അപ്പം ഞാൻ അത് ചിട്ടി കൂടിയിട്ട് ആ ചിട്ടി കിട്ടുമ്പോൾ ബാക്കി പണിയാണ്. അങ്ങനെ ഒരു സ്റ്റേജിലാണ് പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വീട് പണിതുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം, അതിനിടയ്ക്ക് ഞാൻ ഇടയ്ക്ക് വീട്ടിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ പണി പോരാതെ ഞാൻ പുറമെ 6 ദിവസം പണിക്ക് പോകും. ഈ പണിക്ക് പോയ ദിവസം ഒരു ദിവസം അവരുടെ കൊച്ചിൻ്റെ TC വാങ്ങിക്കാനായിട്ട് അവർ സ്കൂളിൽ വന്നു. സ്കൂളിൽ വന്നിട്ട് ഞങ്ങൾ പണിയണടുത്ത് വന്നു. മിനിയുടെ കൊച്ചിൻ്റെ. അപ്പം ഞങ്ങളൊക്കെ ഒരുമിച്ച് പണിതുകൊണ്ടിരുന്ന അവിടെ 1-ാം മൈൽ എന്നൊരു സ്ഥലത്താണ്. അവിടെ വന്നു. അന്ന് അവർ ഭർത്താവിൻ്റെ കൂടെ ആയിരുന്നു. അപ്പോൾ അവിടെ വന്നിട്ട് പോകാൻ നേരത്ത് അവിടുന്ന് പിന്നെ ഓട്ടോറിക്ഷ വന്നിട്ട് പിന്നെ ഓട്ടോറിക്ഷ വിളിക്കണി ജംഗ്ഷൻ വരെ പിന്നെയും പോകണം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് ബസ് സ്റ്റോപ്പിലാക്കാൻ പറഞ്ഞു. എന്നോട് വണ്ടിയും ബസ് സ്റ്റോപ്പിലാക്കാൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് കാലടിക്ക് അങ്കമാലിക്ക് പോകണം. അങ്കമാലിക്ക് പോകണമെങ്കിൽ പെരുമ്പാവൂരിൽ കാലടി വല്ലം വഴിയുള്ള ബസ്സിന് പോകണം. അപ്പോൾ ഈ അങ്കമാലി റൂട്ടിലേക്ക് ആക്കാൻ വേണ്ടി ഞാൻ വണ്ടിയും കൊണ്ട് പോരുമ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ള ബസ് ആ ബസ് സ്റ്റോപ്പിൽ കിടപ്പുണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരാണ് കംപ്ലീറ്റ് എന്ന് എനിക്കറിയാൻ ചെയ്യാം. ഞാനപ്പോൾ ഇവരെ ബസ് സ്റ്റോപ്പിലാക്കിയാൽ മതി. ഞാൻ ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെ കൊണ്ടുപോയി ഇവരെ അപ്പുറത്തെ ബസ് സ്റ്റോപ്പിലാക്കിയിട്ട് ഞാൻ തിരിച്ചു പോന്നു. ഇതിന് ശേഷം അത് കഴിഞ്ഞിട്ടുള്ള ഞായറാഴ്ച ഇവരുടെ വീട്ടിൽ നിന്ന് ഏറ്റുമാനൂരിൽ നിന്ന് ഇവരും 2 കുട്ടികളും കൂടി പെരുമ്പാവൂർക്ക് വരിക. അപ്പോൾ ഇവർ പെരുമ്പാവൂർ വന്നിട്ട് ഇവരുടെ അമ്മ കൊണ്ടുപോയി പെരുമ്പാവൂരാക്കി. അപ്പോൾ അവിടെ അങ്ങനെ വിഷയങ്ങളൊക്കെ ആയിരുന്നു. ഇവരങ്ങോട്ട് വരില്ല വീട്ടിലേക്ക്. അപ്പോൾ
പെരുമ്പാവൂർ കൊണ്ട് നാക്കി കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ പെരുമ്പാവൂർ എത്തിയിട്ടുണ്ട്, ഞാൻ എവിടെയെന്ന് ചോദിക്കണം. എന്നെ ഇവർ വന്നിട്ട് വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പെരുമ്പാവൂർ TV-യിലുണ്ട്, ഒരു കമ്മിറ്റി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞു. ഇവർ വീട്ടിൽ പോയി. ഇത് അറിയുമായിരുന്നോ? അതറിയായിരുന്നു. ഞാൻ അങ്കമാലിയിൽ ഞങ്ങൾക്ക് പണിയുണ്ട്, അത് ഇവരുടെ ആങ്ങളുടെ ഭാര്യയുടെ ആങ്ങളെയും ഞാനും കൂടി അവിടെ പണിതുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇത് കഴിഞ്ഞ് നേരെ അങ്കമാലിയിൽ പോയി. അപ്പോൾ ആ പണിയും കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അന്നൊന്നും യാതൊരു പ്രശ്നം ഉണ്ടായില്ല. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവർ വരുമ്പോൾ ഞാൻ മിനിനെയും കൊണ്ട് വല്ലം വഴിക്ക് പോണത് ഇവർ കണ്ടു, ഞങ്ങളുടെ പിള്ളേർ കണ്ട് ഇവരോട് പറഞ്ഞു എന്ന് പറയണം. ഞാൻ പറഞ്ഞു ഞാൻ വല്ലം വഴി പോയിട്ടില്ല, നിങ്ങൾ വരുന്ന സമയത്ത് ഞാനതിൽ പോയിട്ടില്ല. പക്ഷെ ഞാൻ അന്ന് ഇവരോട് പറഞ്ഞു വേറെ ആരോ കണ്ടു പറഞ്ഞതാണ്. ഞാൻ അന്നും ഇന്നും അല്ലല്ല, ആ ഇടയ്ക്ക് അന്നത്തെ ദിവസം വേറെ ആരെങ്കിലും ഞാൻ ഇങ്ങനെ പോയ കാര്യം പറയുന്നത് ഞാൻ അങ്ങനെ പോയ ആരോ പറഞ്ഞാലും സത്യമല്ലേ? സത്യമാണ് അന്ന്. അത് പക്ഷെ ഇതുവരെ കണ്ടു എന്ന് പറഞ്ഞാണ് ബഹളം തുടങ്ങിയത്. ആരാ പറഞ്ഞത്? ഞാനന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ പെരുമ്പാവൂർ വന്ന് എന്നെ വിളിച്ചു. എന്നോട് പറഞ്ഞു ഇങ്ങനെ ഞാൻ ഇവിടെ കമ്മിറ്റിയിലാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് പ്രൈവറ്റ് സ്റ്റാൻഡിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പോരുമ്പം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടാണ് പുള്ളി അവളെയും വെച്ചോണ്ട്. അല്ല, ഇവര് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ചോദിക്കണമായിരുന്നു, അല്ലെങ്കിൽ പിറ്റേ ദിവസമെങ്കിലും വഴക്കുണ്ടാക്കണമായിരുന്നു. അന്നത്തെ ദിവസം അതും കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ വന്നപ്പോൾ അച്ഛനോടും അമ്മയോടും പറഞ്ഞ പോലെ അന്നേരം പറഞ്ഞില്ല, അവൻ രാവിലെ തന്നെ ഇവിടെ നിന്ന് ഭർത്താവ് വന്നില്ലേ, അപ്പൊ ഭർത്താവിനോടല്ലേ വഴക്കുണ്ടാക്കേണ്ടത്? അന്നേരം വന്ന് ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു നിനക്ക് തോന്നുന്നു ഞാൻ അങ്ങനെയൊന്നുമില്ല, ഞാൻ അവിടെ അന്ന് അപ്പൊ തന്നെ ചോദിച്ചു. അന്ന് ചോദിച്ചില്ല, വേറെ എല്ലാം പറഞ്ഞത് മിനിയൂടെയാണെന്ന് പറഞ്ഞൊക്കെ ഞാൻ സമ്മതിച്ചു. ശരി, അത് എപ്പോ പറഞ്ഞു, എന്ത് പറഞ്ഞു, ഏത് സമയത്ത് പറഞ്ഞു, അതൊന്നല്ല ഇവിടെ പ്രശ്നം. നിങ്ങൾ ഭാര്യ ഉള്ളപ്പോ വേറൊരു പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടോ ഇല്ലയോ? അത് ഭാര്യ എന്റെ അടുത്ത് ഞങ്ങള് ജോയിന്റ് പെറ്റീഷൻ കൊടുത്താ. എന്തോന്ന് ഡൈവേഴ്സിന്? അത് അപ്പൊ അങ്ങനെയാണോ? ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയതിനു ശേഷം ജോയിന്റ് പെറ്റീഷൻ കൊടുത്തതാണോ? ജോയിന്റ് പെറ്റീഷൻ ഫാമിലി കോർട്ടിൽ കൊടുത്തിരുന്നു. അതന്നെ, എന്തിനാ അങ്ങനെ കൊടുത്തത്? മിനിയായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് വീട്ടിലേക്ക് നോക്കും അന്വേഷിക്കും ഒന്നും ചെയ്യില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ 2-2.5 വർഷത്തോളം ഒരു വീട്ടിൽ തന്നെ ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ഒരു അപരിചിതർ താമസിക്കും പോലെ 2 മുറിയിലായിട്ട് 2 വർഷത്തോളം താമസിക്കും.